He is absolutely normal now. You may take him home. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രശാന്തിന്റെ മനസ്സ് വളരെ ദുർബലമാണ്. He is very sensitive and emotional. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ ഒന്നും പാടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേവി എന്ന പെൺകുട്ടിയുമായി പ്രശാന്തിന്റെ മനസ്സ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. പണത്തിലും പ്രതാപത്തിലും സോഷ്യൽ സ്റ്റാറ്റസിലും എല്ലാം പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മകനല്ലേ. പ്രശാന്തിന്റെ സന്തോഷമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലെറ്റ് ഹി മാരി ഹർ. ഡോക്ടർ, നിങ്ങൾ അറിവും പഠിപ്പുമുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അവസരത്തിൽ തുറന്ന മനസ്സും ബുദ്ധിയുമാണ് ആവശ്യം. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആലോചിച്ച് തീരുമാനിക്കൂ. ഹലോ അങ്കിൾ. ഹലോ മോളെ, ലെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്താണോ ഫാക്ടറി വല്ല പ്രോബ്ലം ഉണ്ടായോ? പ്രോബ്ലം ഫാക്ടറിയിലല്ല, പിന്നെ നമ്മൾക്കിടയിലാണ്. വാട്ട് യു മീൻ? മിസ്റ്റർ ഈശ്വരൻ, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. ഞാൻ കാര്യം തുറന്നു പറയാം. പ്രശാന്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഹീസ് പെർഫെക്റ്റ്ലി നോർമൽ. എന്നാലും ഇനിയും അവന്റെ മനസ്സ് വേദനിച്ചുകൂടാ, ഒരിക്കലും. അതുകൊണ്ട് അവന്റെ വിവാഹം എന്താ മാറ്റിവെക്കണോ? അല്ല, ഗ്രാമത്തിൽ അവൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവളുമായി പ്രശാന്തിന്റെ വിവാഹം നടക്കണം. മിസ്റ്റർ ഈശ്വരൻ, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നേ തീരൂ. ഡോക്ടർ വീരേന്ദ്രൻ അതാണ് പറയുന്നത്. മറ്റൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. Don't be silly, Mr. തമ്പി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. പ്രത്യേകിച്ച് വിവാഹക്കാരിയാവുമ്പോൾ പരസ്പരം കണ്ടു അറിഞ്ഞു നടക്കണം. All right, forget about it. But we are friends. Okay? എന്റെ ആശംസകൾ. എന്റെ മോള് തോറ്റു. നിഷ, നിഷ, നിഷ. ആ നിഷേ, വരും മോളെ കളിക്കാം. വരൂന്ന്. ഞാൻ കളിക്കുന്നില്ല ഡാഡ്. എടീ പെണ്ണെ, നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കിതല്ലേ വേറൊരു വിവാഹം? വിവാഹം? നോ ഡാഡ്. എന്റേതാണ്, എന്റേത് മാത്രം. എന്റെ ശാന്തിന്റെ ചിത്രത്തിനടുത്ത് മറ്റൊരു സ്ത്രീ രൂപം പാടില്ല. How dare you!
നഷ്ടപ്പെട്ടത് നഷ്ടമാണെന്ന് കരുതിയാലല്ലേ ദുഃഖിക്കേണ്ടതുള്ളൂ. എനിക്ക് ദുഃഖമില്ല. മൈ സൺ, ഡാഡ്, നിന്റെ വിവാഹം തീരുമാനിച്ചു. സംശയിക്കണ്ട, നിന്റെ ദേവിയുമായി തന്നെ. നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. താങ്ക് യു ഡാഡ്. താങ്ക് യു വെരി മച്ച്. ചേട്ടായിയേ, ഈ ഉള്ളവനും ഉണ്ട് ഇവിടെ. ആ ആ നമുക്ക് അങ്ങോട്ട് പോവാം. കാർ അവിടെ ഉണ്ട്. എല്ലാം കുടിച്ച് തീർക്കരുതേ. അപ്പോ ഇതെനിക്ക് മാത്രമുള്ളതല്ലേ? അതൊക്കെ പറ, ആരെങ്കിലും കേൾക്കും. ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ. പ്രഥമ രാത്രിയിൽ ഭർത്താവ് കുടിച്ച് ശേഷിച്ച പാല് ഭാര്യ കുടിക്കണമെന്നാ. ഇതൊന്നും അറിയില്ലല്ലേ? കഷ്ടം. എന്തോ നാളെ ഗുസ്തി പിടുത്തമൊക്കെ തുടങ്ങിയോ?